ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ചപ്പാത്തി മുട്ടക്കറിയാണ് വേണ്ടേ. പിന്നെ എനിക്കിന്ന് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ വന്നിട്ട് ഈ വരുന്ന ഞാൻ ഒമാനിയിൽ നിന്ന് ഇപ്പം വന്നിട്ട് പിന്നെ ഇപ്പം 3 മാസം ആവുന്നു. അതിന് മുമ്പ് ഞാൻ പോയിട്ട് നമ്മുടെ ഹാരിഷ് ഭായിയുടെ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞ ഇപ്പം ഞാൻ വന്നല്ലോ. അന്ന് ഞാൻ വന്നിട്ട് ഈ വരുന്ന ഏത് മാസമാണ്, സെപ്റ്റംബർ 20-ാം തീയതി ആകുമ്പം ഞാൻ വന്നിട്ട് 2 വർഷമാവും. ഇപ്പം പിന്നെ ഇന്ന് പിന്നെ ജൂലൈ മാസമാണല്ലോ. അപ്പോൾ ഇന്നലെ നമ്മുടെ ഹരിയേട്ടൻ 5000 രൂപ അയച്ചു. ഞാൻ വന്നിട്ടിപ്പം 2 വർഷം ആവാറാവുന്നു. ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം ഹരിയേട്ടൻ എനിക്കൊരു 6000 രൂപ അന്ന് അയച്ചു തന്നായിരുന്നു. 2 വർഷമാകാൻ പോന്നു. എന്നിട്ട് പിന്നെ എല്ലാവരും ചോദിക്കും പൈസ അയച്ചോ എന്ന്. പിന്നെ ഹരിയേട്ടൻ പൈസ അയക്കുന്നത് ഇന്നലെയാണ്. എൻ്റെ അക്കൗണ്ടിനകത്ത് പൈസ വന്നിട്ടുണ്ടെന്ന് മൊബൈൽ ഫോണിൽ കൂടെ നമുക്ക് മെസ്സേജ് വരുമല്ലോ. അയച്ച ആളുടെ പേരും മെസ്സേജും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. 5000 രൂപയും പിന്നെ കുറച്ച് പൈസയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. ഇച്ചിരിയും പൈസയും കൂടെ എങ്ങാണ്ടുണ്ട്. 3 രൂപയാണെന്നോ എത്ര രൂപയാണെന്ന് ഓർക്കുന്നില്ല. 5000 ചില്ലുവാനും രൂപ അയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന് രണ്ടാമത്തെ ദിവസം അന്ന് എനിക്ക് 6000 രൂപ അയച്ചു തന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പൈസയൊന്നും പിന്നെ അയച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും ചോദിക്കുമല്ലോ ഹരിയേട്ടൻ പൈസ അയക്കത്തില്ലയോ എന്നൊക്കെ. ഞങ്ങൾ തന്നെ പറഞ്ഞതാ പൈസയൊന്നും വേണ്ടാന്ന്. അതിനെല്ലാം കാരണങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ വെച്ച് തീരെ സുഖമില്ലാതെ കാലുപോലും തറയിൽ കുത്താൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് നീര് പിടിച്ചിട്ട് ഭയങ്കര നീരായിട്ടായിരുന്നു. എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് നീരെല്ലാം കൂടെ ഇടുമ്പം കുഴപ്പം കാണത്തില്ലായിരിക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേന് ആ ഡ്രസ്സെല്ലാം അങ്ങ് മുറുകും, അങ്ങ് ഭയങ്കരമായിട്ട്. അറിയാവുന്നവർക്കറിയാം. എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പിന്നെ മുസന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ നമ്മുടെ ജിയ ടീച്ചറിനറിയാം. കാരണം ഞാൻ ടീച്ചറിൻ്റെ വീട്ടിൽ പാർട്ട് ടൈമിന് ഇടയ്ക്ക് പോവുമായിരുന്നു. പിന്നെ അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ പോവുമായിരുന്നു. അപ്പം പിന്നെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കങ്ങ് പ്രയാസമാവുക. അന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ ഹരിയേട്ടനോട് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി. അങ്ങനെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനവിടെ ടീച്ചറിൻ്റെ വീട്ടിൽ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. 1 മാസമേ ഞാൻ ആകെ അവിടെ പോയിട്ടുള്ളൂ. ഞാൻ പോരുന്നതിൻ്റെ ആ ഒരു മാസം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പക്ഷേ 10 വർഷം പോയ പോലെ ആയിരിക്കും എനിക്കങ്ങനെ ടീച്ചറിനും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ടീച്ചറിനോട് സംസാരിക്കുന്നത്. ടീച്ചറിനറിയാം. ടീച്ചറിന് 3 മക്കളുണ്ട്. മക്കളോടായാലും ടീച്ചറിനോടായാലും എല്ലാം, സാറിനോടായാലും എല്ലാം ഞാൻ ഇതുപോലെ തന്നെ സംസാരിക്കുന്നത്. ബിനു സാറും ജിയ ടീച്ചറും അവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചർമാരാണ്. അവർക്ക് 3 മക്കളുണ്ട്. 3 പേരും പഠിക്കുക. കുഞ്ഞുങ്ങളും അജുമോൻ്റെ കൂട്ട് പിന്നെ കൊച്ചുമോനും വലിയ മോൻ അജുമോനേക്കാളും 1 വയസ്സിൻ്റെ വ്യത്യാസത്തിലാണ്. പിന്നെ താഴെ 2 മക്കളും കൂടെ ജിയ ടീച്ചറിനുള്ളത്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ചുരിദാർ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് ചിലപ്പം അത് ഊരിയിട്ട് മാക്സി ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. അതെനിക്ക് തിരിച്ച് ഊരാൻ എനിക്ക് പ്രയാസമായിരിക്കും. ടീച്ചറും കൂടെ വന്ന് ഞാൻ ഊരി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കയറ്റി ഇടാൻ നേരത്ത് പ്രയാസമായിരിക്കും. ടീച്ചറും കൂടെ വന്നിട്ട് എൻ്റെ ചുരിദാർ പിടിച്ച് വലിച്ച് താഴോട്ട് വരെ ഇട്ട് തന്നിട്ടുണ്ട്. അത്രയ്ക്ക് സ്നേഹമാണ് ടീച്ചറിനൊക്കെ, ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതേക്കുറിച്ചെല്ലാം എനിക്ക് പറയാനുണ്ട്. പിന്നെ അങ്ങനെ ഞാനവിടെ ചെന്നിട്ട് അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും. 2 മണിക്കൂറത്തെ ജോലി. എന്നും ഒന്നും ക്ലീൻ ചെയ്യണ്ട. പിന്നെ 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ. പാചകം ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഒരു കറിയോ എന്തെങ്കിലും അങ്ങനെ ടീച്ചറിന് ഒരു തോരനോ ഒരു കറിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ പോരുകയാണ് ചെയ്യുന്നത്. ഞാനല്ല, എന്നെക്കാളും കൂടുതൽ ടീച്ചറായിരിക്കും എല്ലാം ചെയ്യുന്നത്. അവിടെ നിന്നുകൊണ്ട് എൻ്റെ കൂടെ കാണും ടീച്ചർ എല്ലാം ചെയ്യാൻ പടപടാന്ന്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം
അന്ന് പിന്നെ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് കാല് മുഴുവൻ നീരായിട്ട് ഞാൻ 1 മാസം ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് പൈസയുടെ അവിടെ ആശുപത്രിയിൽ കിടന്ന ഒത്തിരി പൈസയാവും. അവിടെ ഒരു മോൻ്റെ അജീഷ് എന്ന് പറയുന്ന ഒരു മോൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ 1,00,000 രൂപ ഞങ്ങൾ 500 റിയാൽ ഞങ്ങൾ പലിശയ്ക്ക് എടുത്തായിരുന്നു. എന്നിട്ട് ആ പൈസ എല്ലാം ഹരിയേട്ടനെ അടച്ച് തീർക്കണമായിരുന്നു. ഹരിയേട്ടൻ ഒരു കൊച്ചു കടയാണ് ഉള്ളത്, നിങ്ങൾ കണ്ടു കാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒമാനിൽ പോയപ്പോൾ ആ യൂട്യൂബ് ചാനൽ അങ്ങ് പോയി. അപ്പോൾ അതിനകത്ത് 1829 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞപ്പോഴായിരുന്നു അത് അങ്ങ് പോയത്. പിന്നെ അതിൽ 3100 വാച്ചിങ് അവറും ആയതായിരുന്നു. അപ്പോഴത്തേക്ക് അത് ഫോൺ അങ്ങ് പിന്നെ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ചപ്പോൾ ഹരിയേട്ടൻ ഫോൺ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അതിനകത്തുള്ള പിന്നെ ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അജു അതൊക്കെ മറന്നുപോയായിരുന്നു, പാസ്വേഡ് മറന്നുപോയി. അങ്ങനെ അത് പിന്നെ അങ്ങ് ഇതായിപ്പോയി. പിന്നെ അവിടുത്തെ ആ കാർഡിനകത്തോട്ട് യൂട്യൂബ് കയറുകയും കൂടെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയതിനെ ആ കാർഡ് ഇവിടെ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹരിയേട്ടൻ ഇന്നലെ 5000 രൂപ 5000 ചില്ലുവാനം രൂപ അയച്ചിട്ടുണ്ട്. പിന്നെ ഞാനും അജിമോനും പറയും അച്ഛനെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കരുത്, എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ വിളിച്ച് വായി വന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ 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 ബുദ്ധിമുട്ട് അന്നേരം പറയും ഹരിയേട്ടന് ഇഷ്ടമല്ലായിരുന്നു കോഴിയെ വളർത്തുന്നത്. കോഴിയെ ഒന്നും വേണ്ടാന്നാവുമെന്ന് പറഞ്ഞതാ, വയ്യാത്ത കോഴിയെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അജു പറഞ്ഞ് 10-9 എണ്ണത്തിനെ മതി, എൻ്റെ ഒരു ഇഷ്ടത്തിനായിരുന്നു. കൂടുതൽ കോഴിയെ വളർത്തുമ്പോൾ നമുക്ക് കൂടുതൽ തീറ്റിച്ചെലവൊക്കെ വരും. മുട്ടയിടാതിരുന്ന് കഴിയുമ്പോഴും നമ്മൾ ഇവർക്ക് തീറ്റി കൊടുത്തില്ല, ഇവരൊക്കെ ചത്തുപോവും. തുറന്നു വിടുന്നില്ല, നമ്മൾ കൂട്ടിൽ തന്നെ ഇട്ടേക്കുമായതുകൊണ്ട് തുറന്നു വിടുന്ന കോഴികളാണ് ചതഞ്ഞൊക്കെ തിന്നും. അങ്ങനെയൊക്കെയാണ്. ഹരിയേട്ടനെക്കുറിച്ച് എല്ലാവരും പറയും. എനിക്കിപ്പം ഹരിയേട്ടനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഹരിയേട്ടൻ്റെ വിസ അടിക്കണമായിരുന്നു. എൻ്റെ വിസ തീർന്ന് അത് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെന്നത്. ഇപ്പം ഹരിയേട്ടൻ്റെ വിസ ഫാമിലി വിസ ആയതുകൊണ്ട് ഹരിയേട്ടൻ്റെ വിസ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിസ അടിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ വേറെ ആൾക്കാരോട് നമ്മൾ പൈസ ചോദിച്ച് ഹരിയേട്ടന് പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ചെന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് അത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പോരണം. അജുമോന് പരീക്ഷയായിരുന്നു ആ സമയത്ത്. പിന്നെ അജുമോൻ്റെ പിന്നെ വലിയ പരീക്ഷയുടെ സമയമായിരുന്നു ഇപ്പം, പിന്നെ മാർച്ച് മാസത്തിലെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തിരിച്ചു വരണമായിരുന്നു. കുഞ്ഞിനോട് ഒരാഴ്ചത്തെ സമയം 26-ാം തീയതി ഉള്ളൊരു ദിവസം ഞാൻ വരുമെന്നും പറഞ്ഞ്, എൻ്റെ 26-ാം തീയതി ആയിരുന്നു വിസ അടിക്കേണ്ട ദിവസം. 28-ാം തീയതിയെങ്കിലും ഞാൻ വരുമെന്നും പറഞ്ഞായിരുന്നു ഞാൻ പോയത്. പക്ഷേ എനിക്ക് അന്നേരം വരാൻ പറ്റിയില്ല. ഞാൻ 14 ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത്. പിന്നെ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ഹരിയേട്ടന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഇപ്പോഴും അത് നിങ്ങൾ ആരെങ്കിലും ഒരാടെങ്കിലും കൈ കാണും, നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി. ആ മാല വിൽക്കാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഹരിയേട്ടൻ്റെ കണ്ണിലോട്ട് നിങ്ങളൊന്ന് നോക്കണം, എത്രത്തോളം സങ്കടമുണ്ടെന്ന്. ഞങ്ങൾക്ക് എന്തെല്ലാം പ്രയാസം ഉണ്ടായിട്ടും വീട് വരെ ഇതായി പോകാൻ തുടങ്ങിയിട്ട് ഒന്നും പിന്നെ ഹരിയേട്ടൻ ആ മാല വിൽക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അന്നേരത്തെ ഹരിയേട്ടൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ എല്ലാവരും ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുമ്പോഴെല്ലാം പിന്നെ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ ഇത് മറുപടി പറയുന്നില്ലായിരുന്നു. എനിക്ക് 2013 തുടങ്ങിയ അസുഖം അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ ഓരോ പൈസയുടെ ആവശ്യത്തിനും ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഹരിയേട്ടനായിരുന്നു. ഈ 2 വർഷം ഇപ്പോൾ ആവുന്നതേ ഉള്ളൂ ഹരിയേട്ടൻ പൈസ. അതിന് മുമ്പുള്ള സമയങ്ങളിലെല്ലാം ഒരു ദിവസം നമ്മളെ MRI സ്കാനും അതും ഇതും എല്ലാം ചെയ്യണം. അന്ന് ഹരിയേട്ടൻ അവിടെ നിൽക്കുമായിരുന്നു. എനിക്ക് നാളെ സ്കാനിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഹരിയേട്ടനോട് വിളിച്ചു പറഞ്ഞ്, ഹരിയേട്ടാ ഞാൻ ഇതുപോലെ എല്ലാ മാസവും ഉണ്ടെന്ന് MRI സ്കാന് അന്ന് എടുക്കാൻ പോവാം. അപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ വേണം, ആരുമില്ല കൂടെ വരാൻ. ഹരിയേട്ടൻ അവിടെ നിന്നിട്ട് ചോദിച്ചു കഴിഞ്ഞ് നാളെ രാവിലെ എത്ര മണിക്കാണ് ഞാൻ ഇവിടുന്ന് ഇന്ന ബസ്സിന് കയറുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫോണിനകത്തൊരു കോള് വരുന്നു. ഞാൻ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അറിയാത്ത ഒരു നമ്പർ നോക്കി ഹലോ എന്ന് വെച്ചപ്പോൾ ഹരിയേട്ടനുണ്ട്. പിന്നെ SIT ഹോസ്പിറ്റലിൻ്റെ മുന്നേ വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു. അന്ന് ഞങ്ങൾക്കായതെന്ന് പറഞ്ഞ് 26,000 രൂപ. അന്ന് അവിടുത്തെ ആ ഒരു 3 ഇഞ്ചേഷനുണ്ട്. ആ ഇഞ്ചേഷൻ എടുക്കണം. ഒരു ഇഞ്ചക്ഷന് പിന്നെ 6,400 400 ചില്ലുവാനം രൂപ ഒരു ഇഞ്ചക്ഷന്. അങ്ങനത്തെ 3 ഇഞ്ചക്ഷന്
അപ്പോൾ അതിൽ ഒരു ഇഞ്ചക്ഷൻ അന്നേരം അവിടെ വെച്ച് എടുക്കണം, ബാക്കി മരുന്നും മേടിച്ചു. 3 ഇഞ്ചക്ഷനുള്ള അടുത്തടുത്ത ദിവസമായിട്ട് 3 ദിവസമായിട്ടായിരുന്നു അത് എടുക്കേണ്ടുന്നത്. ഒരെണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എല്ലാം കൂടെ ചേർത്ത് അന്ന് ഞങ്ങൾ 26,000 രൂപ അന്ന് ഞങ്ങൾക്ക് അന്നേരത്തേക്ക് അവിടെ ചിലവായിട്ടാണ്. നമ്മൾ പിന്നെ തിരിച്ച് രാത്രി 11 ആയപ്പോഴാണ് നമ്മൾ ഈ വീട്ടിൽ വരുന്നത്. അല്ലെങ്കിൽ വേറെ ആരും എൻ്റെ കൂടെ വരാനില്ല. എൻ്റെ അപ്പച്ചിയുടെ മരുമോൻ്റെ അനിയൻ അവിടെ ഉണ്ട്, അവരെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പോയത്. അവർ വരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഹരിയേട്ടന് മനസ്സമാധാനമില്ലായിരുന്നു. ഹരിയേട്ടൻ എൻ്റെ കൂടെ അവിടെ വന്നു, അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു. അന്ന് എനിക്ക് തിരിച്ച് വരാനൊക്കത്തില്ലല്ലേ, പിറ്റേന്ന് ഞാൻ വരണമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഹരിയേട്ടനെക്കുറിച്ച് എല്ലാ കാര്യവും, ഹരിയേട്ടനെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്, ഒമാനിലുണ്ട്. പിന്നെ അത് ഒരുപാട് ആൾക്കാർക്കും അറിയാം ഹരിയേട്ടനെക്കുറിച്ച്. ഞാൻ ഇനിയും ഹരിയേട്ടനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാം. അപ്പം നിങ്ങൾ എന്നെക്കായാലും അജുവിനേക്കായാലും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഹരിയേട്ടനെ ആയിരിക്കും. നിങ്ങളുടെ സ്വന്തം ഹരിയേട്ടൻ എന്ന് നിങ്ങൾ പറയും അന്നേരം. താങ്ക് യു. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളോട് അടുത്ത ദിവസങ്ങളിൽ പറയാം.